ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണാൻ പോകുന്നത്. സമയം 1:09 രാത്രി 1:09 കേട്ടോ. ബ്രൈഡിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഒരു കാട്ടിൻ്റെ ഉള്ളിലാണ് വീട് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആ കാണുന്ന കുന്നിൻ്റെ മേലെയായിരുന്നു വീട്. എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് തന്നെയാണ് ആൾ. രേഷ്മ എന്നാണ് പേര് കേട്ടോ. രേഷ്മൻ്റെ വീട്ടിൽ പോയതും ഫുള്ള് വൈബായിരുന്നു. കാരണം ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പാട്ടും ബഹളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് രേഷ്മൻ്റെ സാരി. രേഷ്മ എന്താ പറയുക, ഒരു ട്രഡീഷണൽ ലുക്കാണ് രാവിലേക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മേച്ചാവുന്ന പോലെ ഒരു പിങ്കും ഗോൾഡൻ ഷെയ്ഡും ഐ ലുക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ എൻ്റെ കസിൻ അവിടെ ഹെയർ ക്രിമ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഐ ലുക്ക് കഴിഞ്ഞതിന് ശേഷമുണ്ട് ഞാൻ എപ്പോഴും ബേസ് കൊടുക്കാറുള്ളത്. ഹുദ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് ബേസ് സെറ്റ് ചെയ്തതിന് ശേഷം ഹൈലൈറ്ററും ബ്ലഷും എല്ലാം കൊടുത്ത് മേക്കപ്പ് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സാരി ഡ്രേപ്പിങ്ങിലോട്ട് കിടക്കുന്നത്. നല്ല അടിപൊളി റെഡ് കളർ ഷെയ്ഡ് വരുന്ന ഒരു സാരിയും അതിന് എലഗൻ്റായി മാച്ച് ചെയ്യുന്ന ഓർണമെൻറ്റ്സുമാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിപ്പ് ചെയിനും അതുപോലെ തന്നെ ഓരോ ഓർണമെൻറ്റ്സും അത്രയും എലഗൻ്റായിരുന്നു. കാവിലെ ഭഗവതി നേരിട്ടിറങ്ങി വന്ന ഒരു ലുക്കായിരുന്നു കേട്ടോ. കാരണം ഫുള്ളൊരു ട്രഡീഷണൽ ലുക്ക് ആളെല്ലാം കൂടെ ചെയ്തു വന്നപ്പോൾ തന്നെ നമ്മളൊരു ഭഗവതിൻ്റെ ലുക്കൊക്കെ പോലെ തോന്നി. എനിക്കും തോന്നി, അവൾക്കും തോന്നിട്ടോ. സൗണ്ടിന് കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അടഞ്ഞ സൗണ്ടായിരിക്കുന്നത്. അപ്പം എന്താ പറയുക, ഒരു ചെറിയൊരു നോസ് പിൻ, ഇതൊക്കെ ആളുടെ വെറും പട്ടി ഷോ ആണ് കേട്ടോ. എന്താ പറയുക, ഫോട്ടോന് പോസ് തരാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. ആരും മൈൻഡ് ചെയ്യേണ്ട. രാത്രി ടൈം ആയതുകൊണ്ടാണ് ഈ ഒരു ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം 6 മണിയാകുമ്പോഴേക്കും അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗുരുവായൂർ പോകണം. അതിനുള്ളിൽ നമ്മൾ മേക്കപ്പ് സെറ്റ് ചെയ്യണം. റൂമിൽ അത്ര വലിയ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാം ചെയ്തത്. ഇതാണ് ഹെയർ ഡു വരുന്നത്. ഒരു മെസ്സി ബണ്ണും അതുപോലെ തന്നെ വേണിയും മുല്ലപ്പൂവും വെച്ചിട്ടായിരുന്നു കേട്ടോ ഹെയർ ഡു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഡാൻസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെറും ഷോ. പിന്നെ ആൾക്ക് ഈ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പോലെയുള്ള ഓരോ പോസ് വേണമെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഓരോന്ന് ഇട്ടിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വർക്ക് കഴിഞ്ഞ് ഒരു 6-9 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്. എന്നിട്ട് ഒരു ഉറക്കമൊക്കെ പാസ്സായതിനു ശേഷം പിന്നെ റിസപ്ഷന് പോവാണ് കേട്ടോ. ആളെൻ്റെ കൊളീഗായി തന്നെ നമുക്ക് റിസപ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ കസിനും ഹസ്ബൻഡും കൂടെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ പോയി എത്തുന്ന സമയത്ത് അവർ തിരിച്ച് വീട്ടിലോട്ട് കയറി ഫോട്ടോഷൂട്ടും കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായി ഇനി റിസപ്ഷന് വേണ്ടി ഒരുങ്ങുകയാണ്. ഗ്രേ ലെൻസാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലൂ കളറ് ഐലൈനർ ലുക്ക്, ഒരു പിങ്കും ബ്ലൂവും കൂടുള്ള ഒരു ലുക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലത്തെയും കള്ളും കുറച്ചുകൂടെ ഒരു വൈറ്റ് സ്റ്റോൺ വരുന്ന പോലത്തെയാണ് കേട്ടോ നമ്മൾ ഫൗണ്ടേഷനൊക്കെ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞും ആളുടെ ഹസ്ബൻഡ് ഭയങ്കര കൈൻഡായിരുന്നു. ആളെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ ഒരു റിസപ്ഷന് വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ട്. കാരണം എപ്പോഴും റിസപ്ഷൻ എന്ന് പറയുമ്പോൾ ഹറിബറി ആയിരിക്കുമല്ലോ. ഇത് ഒരു തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സമാധാനത്തിൽ ചെയ്തൊരു വർക്കായിരുന്നു. എക്സ്റ്റൻഷനൊക്കെ വെച്ച് ഒരു ബ്രൗൺ കളേർഡ് എക്സ്റ്റൻഷനാണ് കേട്ടോ ആൾക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഓർണമെൻറ്റ്സ് ഒക്കെ പാലക്കാട് ലേഡീസ് പ്ലാനറ്റിൽ നിന്ന് നമ്മൾ റെൻറ്റിനെടുത്തതാണ്. ഈ ബേസൊക്കെ കഴിഞ്ഞ് ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കൊക്കെ ആയിരുന്നു ആൾ ചൂസ് ചെയ്തത് കേട്ടോ. ഞാൻ നിന്നെക്കാളും തിളങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രേഷ്മ. പിന്നെ ദുപ്പട്ടയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം രേഷ്മൻ്റെ ഹസ്ബൻഡും കൂടെ നമ്മളൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ കൊളീഗ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കോമൺ ആയിട്ട് എല്ലാവരും അറിയുന്ന ആൾക്കാരായതുകൊണ്ട് കൊളീഗ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വക ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. ഇത് ഹസ്ബൻഡിന് ലെൻസിട്ട് കൊടുത്തപ്പോൾ ആളിങ്ങനെ കണ്ണ് കറക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു രസത്തിന് ഫണ്ണായിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ പുറത്ത് പോയിട്ട് വെളിയിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫുൾ ലുക്ക്. നല്ല അടിപൊളി ലെഹങ്കയാണ്. ഈ ലെഹങ്ക റെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ എന്താ പറയുക, താലി നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കത് റിമൂവ് ചെയ്യാനും പറ്റില്ല, പിന്നെ ഹൈഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൊളീഗ്സ് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. എന്നിട്ട് നമ്മൾ ബ്രൈഡിനെ ദൂരെ നിന്ന് നോക്കി. വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ, വീടിൻ്റെ മുറ്റത്തായിരുന്നു ഈ ഒരു സെറ്റപ്പൊക്കെ. വീട്ടിൽ വെച്ച് നമ്മൾ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ച് വീടെത്തി കേട്ടോ.